ചേച്ചി ഉപദേശിക്കാനാണെങ്കിൽ വേണ്ട, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ ബാലയോടൊപ്പം ജീവിക്കൂ. ഉപദേശിക്കാനാ? അയ്യേ, ആരും ഉപദേശിക്കാൻ? ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി വന്നായിരുന്നു. ഓ കല്യാണം കഴിഞ്ഞല്ലേ? കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. പിന്നെ ജോഷുവാ, നിങ്ങൾക്ക് ജീവിക്കാനേ സ്ഥിരമായിട്ടൊരു വരുമാനം വേണ്ടേ? അതിനിപ്പോ എന്ത് ചെയ്യും? ചേച്ചി, ഞാൻ എന്ത് ജോലിക്ക് പോയിട്ടായാലും എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ഞാൻ അവളെ പൊന്നു പോലെ നോക്കും ചേച്ചി. അതൊക്കെ എനിക്കറിയാം, നീ മിടുക്കാൻ അവളെ പൊന്നു പോലെ നോക്കുന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ജോഷുവാ, നിന്റെ പഠിത്തത്തിന്റെ കാര്യോ? അതൊരു 1, 2, 3 പേപ്പർ ബാക്കി കിടപ്പുണ്ട് ചേച്ചി. ബാക്കിയുണ്ടല്ലേ? അപ്പൊ അത് എപ്പോഴെടുക്കാനാ പ്ലാൻ? അത് ഞാൻ എഴുതിയെടുത്തോളൂ ചേച്ചി. അല്ല, ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ് ഭാര്യനെ നോക്കണം, പണിക്ക് പോണം, കുടുംബമൊക്കെ നോക്കണം. അതിന്റെ ഇടയിൽ നീ എപ്പോഴെടുക്കാനാ? ഇതിനൊക്കെ പഠിക്കാൻ എവിടെ സമയം? അത് ഞാനൊരു ഗ്യാപ്പ് ഒഴിവൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം ചേച്ചി. മോനെ ജോഷുവാ, ഈ ജീവിതം എന്ന് പറയുന്നതേ വിചാരിക്കുന്ന പോലെയല്ല. അത് ജീവിച്ചു തുടങ്ങുമ്പോഴേ മനസ്സിലാവുള്ളൂ. അതിനല്ലേ ചേച്ചി ഞാൻ ഇപ്പൊ കല്യാണം കഴിച്ച്, ഞാനത് മനസ്സിലാക്കിക്കോളാം. കുറച്ച് കഴിയുമ്പോ നിങ്ങൾക്ക് കുട്ടികളുണ്ടാവും. 6 എണ്ണം ചേച്ചി ഞങ്ങളുടെ പ്ലാൻ. 6 എണ്ണം. 6 എണ്ണേ ഉള്ളൂ? അത്ര മതി. അപ്പൊ ഈ 6 കുട്ടികളൊക്കെ നീ എങ്ങനെ നോക്കുവാടാ? അത് ഞാൻ ഡെയിലി പണിക്കുമല്ലോ ചേച്ചി. അതെ അതെ അതെ, കൊള്ളാം. ഡെയിലി പണിക്ക് പോവല്ലോ. അല്ല, ഡെയിലി നിനക്ക് എത്ര ശമ്പളം കിട്ടും? ഒരു 1000, 1200 കിട്ടും ചേച്ചി. 1200 കിട്ടുമല്ലേ ഡെയിലി? പിന്നെ അപ്പൊ മാസം 36,000 രൂപ. എടാ, നീ മാസം 36,000 രൂപ ഉണ്ടാക്കുന്നുണ്ടോ? എടാ ഭീകര, കൊള്ളാലോ. താങ്ക് യു. അപ്പൊ 6 കുട്ടികളല്ലേ? അല്ല, ഈ 6 കുട്ടികളുടെ പ്രസവ ചെലവോ? ഇപ്പോ ഒരു കുട്ടിയുടെ പ്രസവ ചെലവ് തന്നെ കുറഞ്ഞത് ഒരു 2-2.5 ലക്ഷം രൂപയാവും. 2 ലക്ഷം കൂട്ടിക്കോ. അപ്പൊ തന്നെ എത്ര ലക്ഷം രൂപയായി? 6 പിള്ളേരെന്ന് പറയുമ്പോഴത്തേക്കും 12 ലക്ഷം രൂപയാ. പിന്നെ 12 ലക്ഷം രൂപയൊക്കെ നിനക്ക് ഉണ്ടാക്കാൻ സിമ്പിൾ ആണല്ലോ. നീ എല്ലാ ദിവസവും പണിക്ക് പോവല്ലോ. അല്ല, പിന്നെ ഈ പിള്ളേരെയൊക്കെ പെറുക്കിക്കൂട്ടി LKG ചേർക്കണ്ടേ? LKG അഡ്മിഷന് ഒരു കുട്ടിക്ക് കുറഞ്ഞത് അതും ഒരു 2 ലക്ഷം രൂപ. അപ്പോഴും 12 ലക്ഷം രൂപ. മൊത്തം 24 ലക്ഷം രൂപ. ഇല്ല, പേടിക്കൊന്നും വേണ്ട, നിന്നെ കൊണ്ട് പറ്റുമൊക്കെ ചെയ്യും. മിടുക്കനാണല്ലോ. എന്താടാ മുഖമൊക്കെ മാറി ചളിഞ്ഞിരിക്കണേ? ഒന്നുമില്ല ചേച്ചി. ഇങ്ങനെ ജോഷിക്ക് 6 പിള്ളേര്, ഒരു വലിയ ഫാമിലി. അയ്യോ, അപ്പൊ പുതിയതായിട്ടൊരു വീടൊക്കെ വെക്കണ്ടേ? അതേ ചേച്ചി, എനിക്കും ബാലയ്ക്കും ഞങ്ങളുടെ 6 പിള്ളേർക്കും താമസിക്കാൻ ഒരു വീട്. അത് ഉടനെ വെക്കും ചേച്ചി. ഞാൻ ഉടനെ വെക്കണേ? നിന്നെ കൊണ്ട് പറ്റും? അതെ. അല്ല, നീ വീട്ടിലെ ബാത്റൂം പുതുക്കി പണിയണമെന്ന് പറഞ്ഞിട്ട് അത് പണിതായിരുന്നോ? അത് ഇല്ലേ ചേച്ചി, പഞ്ചായത്തിൽ നിന്ന് അതിന്റെ പൈസ ഒന്നും വന്നിട്ടില്ല. അല്ല, നീ ഡെയിലി പണിക്ക് പോകുന്നില്ലേ? അതുകൊണ്ടെല്ലാം നടന്നു പോകണമെന്നില്ലല്ലോ ചേച്ചി. അതെ, അതുകൊണ്ടെല്ലാം നടന്നു പോകണമെന്നില്ലല്ലോ ചേച്ചി. അപ്പൊ ബാലയുടെ IAS പഠിത്തത്തിന്റെ കാര്യം എങ്ങനെയാ ജോ? IAS പഠിത്തോ? അപ്പൊ അതറിയാൻ പാടില്ലേ? എന്നെ ജോ പഠിപ്പിക്കുന്നോടല്ലോ അവള് പറഞ്ഞത്. ഞാനോ? എടാ, അവക്ക് ഡൽഹിയിലൊക്കെ പോയി IAS പഠിക്കണമെന്ന് ആഗ്രഹം. ഡൽഹിയിലോ? ഇപ്പൊ തന്നെ പിള്ളേരുടെ പ്രസവവും അഡ്മിഷനും വീട് വെക്കലും അതുപോലെ തന്നെ ബാലയുടെ IAS പഠിത്തവും എല്ലാം കൂടെ ഒരു 70-80 ലക്ഷം രൂപയായി. കുഴപ്പമില്ലടാ, നിന്നെ കൊണ്ട് പറ്റും. നീ എടുക്കുന്നല്ലേ?